പാലക്കാട് നിന്ന് വരുന്ന ഒരു അപ്ഡേഷൻ. കണ്ണമ്പ്രയിൽ കനത്ത മഴയിൽ വീട് തകർന്നു എന്ന വാർത്തയാണ്. കാരപ്പൊറ്റ പടിഞ്ഞാമുറിയിൽ ലക്ഷ്മണന്റെ വീടാണ് തകർന്നത്. വൃക്കരോഗിയായ ലക്ഷ്മണൻ ഡയാലിസിസ് കഴിഞ്ഞ് വന്ന് വിശ്രമിക്കവെയാണ് വീടിന്റെ ഒരു ഭാഗം തകർന്ന് വീണത്. ഗൂഗിൾ BS നൽകും വിവരങ്ങൾ. ഗൂഗിൾ, വീട് തകർന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അവിടെ രോഗിയായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അത്ഭുതകരമായിട്ടാണോ രക്ഷപ്പെട്ടത്? ഇപ്പോൾ നാട്ടുകാരൊക്കെ എവിടെ എത്തിയിട്ടുണ്ടോ? മറ്റ് പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? ഗൂഗിൾ, കനത്ത മഴയിലാണ് വീടിന്റെ ഒരു ഭാഗം തകർന്നത്. കണ്ണമ്പ്ര കാരാപ്പൊറ്റ പടിഞ്ഞാമുറിയിൽ ലക്ഷ്മണന്റെ വീടാണ് തകർന്നത്. ഇയാൾ ഡയാലിസിസ് രോഗിയായിരുന്നു. ഇയാൾ ഡയാലിസിസ് കഴിഞ്ഞ് വീട്ടിൽ വന്ന് വിശ്രമിക്കുകയായിരുന്നു. ഇയാളുടെ വീടിന്റെ അല്ലെങ്കിൽ ഇയാൾ താമസിക്കുന്ന മുറി തന്നെയാണ് ഇടിഞ്ഞ് വീണതെങ്കിലും ഈ അപകടം നടക്കുന്ന സമയത്ത് ഇയാൾ മറ്റൊരു മുറിയിലായിരുന്നു വിശ്രമിച്ചത്. അതുകൊണ്ട് തന്നെ വലിയൊരു അപകടം ഒഴിവായി. ഇന്ന് രാവിലെയായിരുന്നു സംഭവം. അപ്പോൾ തന്നെ ഇവരെ മറ്റൊരു വീട്ടിലേക്ക് കുടുംബത്തെ മാറ്റിയിട്ടുണ്ട്. ഭാഗ്യം കൊണ്ട് ആർക്കും പരിക്കില്ല എന്നുള്ളതാണ് ഏക ആശ്വാസം ഉള്ള കാര്യം. ഗൂഗിളാണ് വിവരങ്ങൾ നൽകിയത്. വീണ്ടും നമ്മൾ ജാഗ്രത ആവർത്തിക്കുകയാണ്. ഇതുപോലെയുള്ള സംഭവങ്ങൾ, പഴകിയ കെട്ടിടങ്ങൾ, പഴക്കമുള്ള കെട്ടിടങ്ങളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ നമ്മളൊരു ജാഗ്രത പാലിക്കണം. ഏത് നിമിഷവും ദുരന്തം വരാം. പ്രത്യേകിച്ച് മഴ തുടരുന്ന പ്രദേശങ്ങളിൽ, വെള്ളക്കെട്ടൊക്കെ രൂക്ഷമായിട്ടുള്ള പ്രദേശങ്ങൾ, അവിടെയൊക്കെ അതീവ ജാഗ്രത പാലിക്കണം. അതാത് അറിയിപ്പുകൾ, അതാത് ജാഗ്രതാ നിർദ്ദേശങ്ങൾ ഓരോ നിമിഷവും നമുക്ക് ലഭ്യമാകുന്ന മുറയ്ക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതുമാണ്.